ഉന്നതിയിലെ ഫയലുകൾ കൈമാറിയില്ല, കാണുവാനില്ല എന്തൊക്കെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ന്യൂസാണ് അടിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഉന്നതി എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി സോഹോയിൽ വർക്ക് ചെയ്യുന്നു. അതിനകത്ത് ഫയലോ ഇതൊന്നും ഇല്ല. ആകെ ഇൻകോർപ്പറേഷൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. സീറോ ബഡ്ജറ്റ്, സീറോ സ്റ്റാഫിങ്ങിൽ. നാട്ടുകാരോട് പണം മേടിച്ചായിരുന്നു അല്ലേ? സ്പോൺസേഴ്സ് ഇല്ല, ഇതിൽ പൈസയില്ല, പൈസ തൊടുന്നില്ല ഇത്. അല്ല, പിന്നെ പണം കൊടുക്കുന്നത് ഇല്ല, ഉന്നതി പൈസയൊന്നും കൊടുക്കത്തില്ല. അല്ലെ? സ്കോളർഷിപ്പ് അതിൻ്റെ അകത്തല്ലേ? അല്ലല്ല, അത് ബ്രാൻഡ് മാത്രം. ഉന്നതി എന്നുള്ള ബ്രാൻഡേ ഉള്ളൂ. അത് സർക്കാരാണ് കൊടുക്കുന്നത്. നമ്മൾ സർക്കാരിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് 60%, സ്റ്റേറ്റ് ബാക്കി കൊടുക്കുന്നത്, അത് വേറെയാണ്. ഇത് ഉന്നതി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയാണ്. ഒരു സൊസൈറ്റി ആയിട്ട് രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു കോൺസെപ്റ്റായിരുന്നു. നമ്മൾ SC ST വിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റി രൂപീകരിച്ചതാണ്. അപ്പോൾ സീറോ ബഡ്ജറ്റിലാണ്, ബഡ്ജറ്റും ഇല്ല, സ്റ്റാഫും ഇല്ല. ഇപ്പം ഇതിനകത്ത് എന്ത് ഫയലാണ്, എന്താണ് ഇതിനകത്ത് ഒളിപ്പിച്ച്, ഇതിനകത്ത് എന്താ ഉള്ളത്, ഒന്നുമില്ല. പക്ഷെ ഒരു വിവാദം ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ മാതൃഭൂമി അറിയാമല്ലോ, അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും. അല്ലാതെ തന്നെ നിങ്ങൾ തമ്മിൽ പണ്ട് പോലെ പ്രശ്നമാണോ? ഞാൻ കോഴിക്കോട് ഇരുന്നിട്ടുണ്ട്. അവിടെ ഞാൻ ഇതിൽ കൂടുതൽ പറയുന്നില്ല. അവിടെ ഭൂമി സംബന്ധം ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഞാൻ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയതാ. ഞാൻ വയനാട്ടിലും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിലപാട് എടുത്തിട്ടുണ്ട്. അതാണ് അടിസ്ഥാന പ്രശ്നം. ഇത് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ. എന്നിട്ട് മാതൃഭൂമി അപ്പോൾ ആവേശത്തോടെ ഇത് കൊടുക്കുന്നു. അതെ. അപ്പോൾ ഇത് ഫേക്ക് ആയിട്ടുള്ളൊരു സാധനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചത് ഞാൻ അങ്ങ് മിണ്ടാതിരിക്കും. എന്താണ് വാർത്ത എന്തായിരുന്നു? അതായത് ഉന്നതിയുടെ ഫയലുകൾ കാണുവാനില്ല, അത് ഞാൻ കൈമാറിയില്ല എന്നൊക്കെ പറഞ്ഞു. കൈമാറിയില്ല. അപ്പോൾ നടപടി വരുമെന്നൊക്കെ പറഞ്ഞു. എന്തോ അതായത് ഇദ്ദേഹം ഡോക്ടർ ജയതിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. ഒന്നാമത് ഇയാൾ ആരാണ് റിപ്പോർട്ട് ഉണ്ടാക്കാനെന്ന് എനിക്കറിയാം. കാരണം ഒരു ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ GAD എന്നേ പറ്റുള്ളൂ. GAD ഓർഡർ, ഇത് പ്രൊസീജിയർ ഒന്നും അറിയത്തില്ല അദ്ദേഹത്തിന്. എന്തായാലും ഇദ്ദേഹത്തിന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് ന്യൂസ് ഒരു ദിവസം ഇറക്കുക, നമ്മളെ അങ്ങ് ഇതാക്കുക. എന്തിന് ഈ ചുമതല കിട്ടാതിരിക്കും. അപ്പോൾ SC STയുടെ ചാർജ് എനിക്ക് തരാൻ പാടില്ലല്ലോ, അതിൽ നിന്ന് മാറ്റുക എന്നുള്ള അതായിരുന്നു ഉദ്ദേശം.